ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. OTTയിലേക്ക് ആ ഒരു സിനിമ എത്തുകയാണ്. അതെ, ഉണ്ണി മുകുന്ദൻ നായകനായി മലയാള സിനിമയെ കിടിലം കൊള്ളിച്ച മാർക്കോ എന്ന ചിത്രം ഫെബ്രുവരി 14-ന് OTTയിലെത്തുന്നു. സോണി ലൈവിലൂടെ സിനിമ എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് ഒഫീഷ്യലായിട്ട് ഉണ്ണി മുകുന്ദൻ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് സിനിമയുടെ റിലീസ് ഉണ്ടായിരുന്നു. അത് കന്നഡയിലായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു റിലീസുമായി സിനിമ മുന്നോട്ട് പോകുന്നു. മികച്ച രീതിയിലുള്ള കളക്ഷനും അതേപോലെ തന്നെ ജനപിന്തുണയുമായി സിനിമ കുതിച്ചുയരുകയാണ്. അതിനിടയിലാണ് ഈ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള OTT വിശേഷങ്ങൾ ആരും കൂടുതൽ ചർച്ചയൊന്നും ചെയ്യേണ്ട, അതിറങ്ങുമ്പോൾ ഞാൻ തന്നെ അറിയിക്കുമെന്നുള്ളത്. അതിന് പ്രകാരം അദ്ദേഹം തന്നെ കൃത്യമായി ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 15 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു കാര്യം പറയുകയാണ്. അതെ, ബിഗ്ഗസ്റ്റ് ആക്ഷൻ ത്രില്ലർ ഓഫ് മലയാള സിനിമ ഈസ് കമ്മിങ് യുവർ വേ. ഗെറ്റ് റെഡി ഫോർ ദ അൾട്ടിമേറ്റ് അഡ്രെയിൻ റഷ് വിത്ത് മാർക്കോ, സ്ട്രീമിംഗ് ഫ്രം February 14 ഓൺ സോണി ലൈവ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതുവരെ തിയേറ്ററിൽ പോയി കാണാത്ത ആളുകൾക്കും തിയേറ്ററിൽ കണ്ട് പല പ്രാവശ്യം കണ്ട് ഒരിക്കൽ കൂടെ കാണണമെന്നുള്ളവർക്കുമൊക്കെ ഈ ഒരു സിനിമ കാണാനുള്ള ഒരു അവസരം തന്നെയാണ്. മൾട്ടിപ്പിൾ ലാംഗ്വേജസിലാണ് സിനിമ വരുന്നത്. ഇതിനോടകം തന്നെ 125 കോടിയും കഴിഞ്ഞ് സിനിമ മുന്നോട്ട് പോവുകയാണ്. സിനിമയുടെ റിലീസുകൾ ഇനിയും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. OTTയിലല്ല, ഇനി തിയേറ്ററിലല്ല, എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും വീണ്ടും തിയേറ്റർ വാച്ചായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇനിയിപ്പോൾ TV-യിൽ ഡെയിലി വന്നാൽ പോലും അത് നല്ല ലെവലിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണണം. ഇന്നും കേരളത്തിൽ മികച്ച തിരക്കോടുകൂടി പോകുന്നു. കേരളത്തിനേക്കാൾ കൂടുതൽ തിരക്കാണ് ബാംഗ്ലൂരിൽ കാണുന്നത്. 100-ന് മുകളിലുള്ള ഷോകളാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ, അതായത് തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഏകദേശം 85-90-ന് മുകളിലുള്ള ഷോകൾ ഓടുമ്പോൾ മലയാളവും തമിഴും 5-6 ഷോകൾ മാത്രമായിട്ട് അവിടെ ഓടുന്നു. അത്ര ഗംഭീരമായിട്ടാണ് അവിടെയും നമുക്ക് സിനിമ കാണാൻ കഴിയുന്നത്. എന്തായാലും മാർക്കോ തരംഗം സൃഷ്ടിച്ചു. ബാക്കി ഇനി വരാൻ പോകുന്ന മിക്ക സിനിമകൾക്കും ഒരു വെല്ലുവിളി മാർക്കോയുടെ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. വരാൻ പോകുന്ന ബ്രഹ്മാണ്ഡ ചിത്രങ്ങളെയും വെല്ലുവിളിച്ച് തന്നെയാണ് മാർക്കോ നിൽക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമ 150 കോടിയും കടന്ന് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും സോണി ലിവിലൂടെ വരുമ്പോൾ കാത്തിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഗ്രേ മീഡിയാസ്.